ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വിച്ചു എഴുതിയിരിക്കുന്ന മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് വിച്ചു, 28 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷം. ഞാനൊരു ദേശസാൽകൃത സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്. വീട്ടിൽ അച്ഛനും അമ്മയുമുണ്ട്. ഞാൻ ഒറ്റ മകനാണ്. എനിക്ക് മൂത്തതായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിലെ ഒരു 8 മാസമായപ്പോഴേ മരിച്ചുപോയി. പിന്നീട് ഞാനല്ലാതെ വേറൊരു കുട്ടി അവർക്കുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുപ്പം മുതലേ ഒറ്റയാനായിട്ടാണ് വളർന്നത്. അവർ എല്ലാ വാത്സല്യവും എൻ്റെ മേൽ ചൊരിഞ്ഞു. പക്ഷേ ഭയങ്കര നിയന്ത്രണങ്ങളായിരുന്നു മാഡം. രാവിലെ സ്കൂളിൽ കൊണ്ടുവരുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഒക്കെ ഒന്നുകിൽ അമ്മയായിരിക്കും, അല്ലെങ്കിൽ അച്ഛനായിരിക്കും. മറ്റു കുട്ടികളുടെ കൂടെ എന്നെ കളിക്കാൻ വിടുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല. എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു തരും. നന്നായിട്ട് പഠിക്കണം. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ പലരും കളിയാക്കില്ലേ അമൂൽ ബേബിന്ന്, ആ ഒരു സെറ്റപ്പിലാണ് ഞാൻ വളർന്നത്. ഇന്ന് വരെ ഞാൻ പുറത്തു പോയി നിന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരുടെ കൂടെ ദൂരെയെങ്ങും ഒന്നിലധികം രാത്രികൾ മാറി നിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ബന്ധുവീടുകളിൽ വലിയ കല്യാണത്തിനോ മറ്റോ പോയിട്ട് ഒന്ന് മാറി നിന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. പെൺകുട്ടികളുമായിട്ട് അടുത്ത് ഇടപഴകി എനിക്ക് അത്ര വലിയ ഒരു പരിചയമൊന്നുമില്ല. പ്രേമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ വന്നു കഴിയുമ്പോഴേ അച്ഛനും അമ്മയും ഇടം വലം ഇരുന്ന് ഇന്ന് സ്കൂളിൽ എന്താ സംഭവിച്ചത്, ഏതെങ്കിലും പെൺകുട്ടി നിന്നെ പ്രപ്പോസ് ചെയ്തോ എന്നൊക്കെ ഹൈസ്കൂൾ മുതൽ എന്നോട് ചോദിക്കും. ഞാൻ പറയും ഇല്ലെന്ന്. അതാ നല്ലത്. പെൺകുട്ടികളിൽ നിന്ന് ഇത്തിരി അങ്ങ് മാറി നിന്നാൽ മതി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് വലിയ വിവാദമാകും. പെണ്ണുങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് ചെന്ന് അവസാനം അത് പേടിപ്പിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് നിന്നെ കുരുക്കിലാക്കും. അതുകൊണ്ട് എൻ്റെ മോൻ്റെ കാര്യം ചെയ്യുക, പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പഠിത്തം കഴിയുമ്പോൾ ഏറ്റവും സുന്ദരി ഒരു പെണ്ണിനെ അച്ഛനും അമ്മയും കൂടെ കണ്ടുപിടിച്ച് നിൽക്കും. അപ്പോൾ മാത്രം മതി നിൻ്റെ ചീത്ത വിചാരങ്ങളെന്ന്. ഞാൻ ചോദിക്കും, ചീത്ത വിചാരങ്ങൾ എന്തിനാ കല്യാണം കഴിഞ്ഞ് ഭാര്യയോട് തോന്നേണ്ടത്, നല്ല വിചാരമല്ലേന്ന്. അപ്പോൾ അച്ഛനും അമ്മയും പറയും, അതാണ് ഞാൻ പറഞ്ഞത്, അതിനു മുമ്പ് ഒന്നും വേണ്ട. വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തുമായിക്കോ, അതല്ലാതെ ഒരു കാര്യത്തിലും ഇവിടെ വട്ടം കൂട്ടിയേക്കരുത് എന്ന് പറയും. എന്തായാലും ഞാൻ പഠിച്ചു, നല്ല ജോലി നേടി, എല്ലാം അവരുടെ ഇഷ്ടപ്രകാരം നടന്നു. പിന്നീട് അവർ കല്യാണം ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ ജാതകത്തിൽ ചില പ്രശ്നങ്ങൾ കണ്ടു. അങ്ങനെ ഇത്തിരി നീണ്ടുപോയി. എങ്കിലും അച്ഛനും അമ്മയും കണ്ടെത്തിയ പെൺകുട്ടിയെ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ അവളൊരു സുന്ദരി തന്നെയായിരുന്നു. അവൾക്കും എന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് മാഡം കല്യാണം കഴിഞ്ഞത്. വീഡിയോ കണ്ടുള്ള പരിചയമല്ലാതെ എനിക്ക് യാതൊരു പരിചയവുമില്ല, സുഹൃത്തുക്കളില്ല. ആരോട് ഞാൻ ഈ കാര്യങ്ങളൊന്നും അധികം സംസാരിച്ചിട്ടുമില്ല. എന്നാൽ ഇൻ്റർനെറ്റിൽ നോക്കി ഞാൻ കുറേയധികം ആർട്ടിക്കിൾസൊക്കെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏകദേശം ധാരണയുമുണ്ട്. ആദ്യ ദിവസമൊക്കെ എനിക്ക് അടുത്ത് പെരുമാറാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു മാഡം. എങ്കിലും ഞാൻ കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചു. 3-ാമത്തെ ദിവസം രാത്രി അവൾ പറഞ്ഞു, ചേട്ടൻ കുറച്ചുകൂടി ആക്റ്റീവ് ആകണമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു അപകർഷതാബോധം തോന്നി. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ചേട്ടന് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഹോസ്റ്റലൊക്കെയാണ് പഠിച്ചത്. അമ്മ എന്നോട് പറഞ്ഞിരുന്നു ചേട്ടനെ വളരെ പൊത്തിയാണ് വളർത്തിയതെന്ന്. അതുകൊണ്ട് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. ഞാൻ പക്ഷേ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് കൂട്ടുകാരികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. പിന്നെ കല്യാണം കഴിച്ച ചില പെണ്ണുങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ എക്സ്പീരിയൻസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിലും. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. അവളുടെ ഭർത്താവിനും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് അയാളങ്ങ് പാവമായിരുന്നു. പിന്നീട് അവൾ ആ സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങ് മാറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എങ്ങനെയെന്ന്. അപ്പോഴേക്ക് ഭാര്യ പറഞ്ഞു, ഇങ്ങനെയെന്ന്. മോട്ടുമൊയിലിന് വഴി കാണിച്ചു കൊടുക്കാമോ എന്ന് പറഞ്ഞതുപോലെയായിരുന്നു ഭാര്യയുടെ കൈകൾ കണ്ടെത്താൻ വേണ്ടി ഓടി നടന്നത്. അത് കഴിഞ്ഞ ശേഷം അവൾ പറഞ്ഞു, ലാളിക്കണം, അപ്പോൾ എല്ലാം ശരിയാകും, ചേട്ടൻ ഒരു കരുത്തനാകും എന്ന് പറഞ്ഞു. അവളുടെ മാസ്മരികമായ തലോടലിൽ ഞാൻ മറ്റൊരു ലോകം കണ്ടെത്തുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ചേട്ടാ, കാടും പടലും ഒക്കെ വെട്ടിമാറ്റി സ്ഥലം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് ചേട്ടൻ അറിയില്ലേന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചമ്മി. ഞാൻ പറഞ്ഞു, അത്യാവശ്യം ഷോർട്ടൺ ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ പറഞ്ഞു, ഷോർട്ടല്ല ചെയ്യേണ്ടത്, ഗ്രൗണ്ട് മുഴുവനും നല്ല ക്ലീൻ ആക്കണം എന്ന് പറഞ്ഞു. എനിക്കതൊക്കെ ചമ്മലായിരുന്നു മാഡം. അവൾ തന്നെ മുൻകൈ എടുത്തു. അവൾ എവിടെ ഗ്രൂമിങ് സംഗതികളെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവൾ തന്നെയാണ് അന്ന് രാത്രി എനിക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചത്. അപ്പോൾ ഞാൻ ഓർത്തു, ഇങ്ങനെയും ഭാര്യമാരുണ്ടോ? എത്ര നല്ലൊരു പെൺകുട്ടിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അവസാനം അവൾ ഒരു ബ്യൂട്ടീഷ്യനെ പോലെ ചെത്തി മിനുക്കി ഒരുക്കിയെടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞ് എന്താണെന്നറിയാമോ, ഇനിയിപ്പോൾ ചേട്ടനേക്കാൾ ആർത്തി എനിക്കാണ് എന്ന് പറഞ്ഞ്
അവൾ മാഡം പറയുന്ന പോലെ മുടിയഴിച്ച് ഒരാട്ടമുണ്ടായിരുന്നു. അവളിൽ നിന്ന് അത്രയും മികച്ച പ്രവൃത്തി എനിക്ക് കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല. അവളതിൽ അഗ്രഗണ്യായതുപോലെ എനിക്ക് തോന്നി. ഇനി നേരത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ആവേശം കൂടുതലാണോ എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മാഡം. ഇവൾ ഇത്രയും ആക്റ്റീവായി എൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കുമെന്ന് എനിക്ക് ഒരിക്കലും വിചാരിക്കാൻ പോലും പറ്റിയിരുന്നില്ല. എന്തായാലും കാര്യങ്ങൾ ഉഷാറായി. അപ്പോൾ അവൾ പറഞ്ഞു, കണ്ടോ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വെടിപ്പായില്ലേ, ഇനിയിപ്പോൾ ചേട്ടന് ഞാൻ പ്ലേസിലേക്ക് നയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ തന്നെയാണ് എഴുന്നള്ളത്ത് പീഠത്തിലേക്ക് ആനയിപ്പിച്ചത്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാര്യങ്ങൾ മേളതാളത്തോടുകൂടി നന്നായിട്ട് നടക്കും. പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് മെനക്കെടേണ്ടി വന്നില്ല. കാര്യം മേളത്തറ ഒരുക്കിയെടുക്കാൻ അവൾ അതീവ മിടുക്കിയായിരുന്നല്ലോ. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഭാര്യയുടെ ഫാനായി തീരുകയായിരുന്നു. അവൾ എല്ലാ കാര്യങ്ങളിലും എനിക്ക് കൂട്ടുനിന്നു. എന്നെ അവൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി മാഡം. പിന്നീട് ശരിക്കും അവളെ ഞാൻ അഗാധമായി സ്നേഹിച്ചു, വിശ്വസിച്ചു. എല്ലാം നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് എൻ്റെ ഭാര്യയുടെ പെരുമാറ്റം വീട്ടിൽ അതും വളരെ നല്ലതാണ്. അമ്മയോടും എൻ്റെ അച്ഛനോടുമൊക്കെ അവൾ കളിച്ച് ചിരിച്ചാണ് സംസാരിക്കുന്നത്. ഇത്തിരി ഓവർ സ്മാർട്ടാണെന്ന് തോന്നും. ഏത് കാര്യം പറഞ്ഞാലും ചെയ്യാൻ മടിയില്ല. ഇനിയിപ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഓഫീസ് കാര്യങ്ങളാണെങ്കിൽ പോലും അവളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അവൾ അതെങ്ങനെയെങ്കിലും സാധിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ്. കാലക്രമേണ അമ്മയേക്കാൾ കൂടുതൽ അവൾ അച്ഛനോടാണ് അടുത്ത് തുടങ്ങിയത്. അച്ഛനും അവളും തമ്മിൽ സ്വന്തം അച്ഛനും മകളും തമ്മിലുള്ള ആ ബന്ധത്തേക്കാൾ ദൃഢമായ ബന്ധമായിരുന്നു. പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത് പണ്ടമ്മയ്ക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. അവർ 3 പേരും കൂടെയാണ് പലപ്പോഴും പർച്ചേസിങ്ങിന് പോകുന്നത്. പിന്നെ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ അവളും അച്ഛനും കൂടി തനിയാണ് പോകുന്നത്. അവരെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരും. ഞാൻ വരുമ്പോൾ ഇത്തിരി താമസിക്കും മാഡം. എന്നെ ഒരല്ലലും അലച്ചിലും അറിയിക്കാതിരിക്കാൻ അവരെല്ലാവരും ശ്രദ്ധിച്ചു. എൻ്റെ ജീവിതം പഴയതിനേക്കാൾ ബെറ്ററായി. ഒരു പ്രശ്നങ്ങളുമില്ല. കാര്യം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അവരെല്ലാം പെരുമാറുന്നത്. ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും. പിന്നെ ഭാര്യ യൂട്യൂബൊക്കെ കണ്ട് പല കാര്യങ്ങളും ഉണ്ടാക്കും. അതൊക്കെ എന്നേക്കാൾ കൂടുതൽ ആസ്വദിക്കുന്നത് അച്ഛനും അമ്മയുമാണ്. കാര്യങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു. കുട്ടികൾ ഇപ്പോഴേ വേണ്ടെന്നാണ് അവൾ പറഞ്ഞത്. ഒരു 2 വർഷം കഴിഞ്ഞ് മതിയെന്ന്. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഏകദേശം 3 മാസത്തിന് മുമ്പാണ് ഈ ട്വിസ്റ്റുകളെല്ലാം സംഭവിക്കുന്നത്. 3 മാസത്തിന് മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ അനിയത്തി, അവരുടെ 2 മക്കളും ഇവിടെയില്ല, വിദേശത്ത് പോയി സെറ്റിലായതേ ഉള്ളൂ. ഇവരെ കൊണ്ടുപോകാൻ റെഡിയാകുന്നതേ ഉള്ളൂ. പക്ഷേ കുഞ്ഞമ്മയുടെ ഭർത്താവ് അടുത്ത കാലത്ത് മരിച്ചു പോവുകയും ചെയ്തു. കുഞ്ഞമ്മ തന്നെയാണ് താമസിക്കുന്നത്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ മാത്രം പ്രാപ്തയാണ് അവർ. പക്ഷേ പെട്ടെന്നാണ് അവർക്കൊരു സർജറി വന്നത്. വീട്ടിൽ മരുമകളുണ്ടല്ലോ ചേച്ചി, എൻ്റെ കൂടെ വന്ന് 2-3 മാസം നിൽക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അമ്മ അവിടേക്ക് പോയത്. അതിൽ ആർക്കും പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാര്യം അമ്മ അങ്ങനെ നേരത്തെ പോയി നിന്നിട്ടില്ല. എങ്കിലും ഇപ്പോൾ അവൾ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ധൈര്യമായിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞാലേ മാഡം എല്ലാ കാര്യങ്ങളും അച്ഛനും അവളും കൂടെ അല്ലേ നോക്കുന്നത്. അച്ഛനാണെങ്കിൽ അവളെ A to Z കാര്യങ്ങളിൽ സഹായിക്കും. അച്ഛന് കുറേ കൃഷിയുണ്ട്, അതിലൊക്കെ അവൾ കൂട്ടുനിൽക്കും. വെള്ളമൊഴിക്കാൻ മുതൽ ബാക്കി എല്ലാ കാര്യത്തിലും അവൾ അച്ഛൻ്റെ പുറകെ കാണും. പിന്നെ അതുമാത്രമല്ല, പർച്ചേസിങ്ങും ഒത്തിരിയുണ്ട്. ഓരോ കാര്യങ്ങളും വാങ്ങിക്കാൻ വേണ്ടി അവർ 2 പേരും കൂടെ കാറും എടുത്ത് പോകും, കറങ്ങി നടക്കും. ഞാൻ വരുമ്പോൾ എന്തായാലും 8 മണിയാകും മാഡം. ഒരു ദിവസം ഞാൻ 8:30 ആയപ്പോഴാണ് വന്നത്. ആ സമയത്ത് ഞാൻ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴുണ്ട് ഭാര്യ അടുക്കളയിൽ എന്തോ ഉണ്ടാക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ശബ്ദം കേൾക്കുന്നുണ്ട്. അവൾ അവളുടെ അമ്മയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. അച്ഛനെ കാണുന്നില്ല, അച്ഛൻ്റെ റൂമിലായിരിക്കാം. ഞാൻ അടുക്കളയിലേക്ക് എത്തി നോക്കി, അവളെ വിളിച്ചില്ല. എൻ്റെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആ സമയത്തുണ്ട് മാഡം പെട്ടെന്ന് അച്ഛൻ്റെ റൂമിൽ നിന്ന് വരുന്നു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനൊന്ന് ഞെട്ടിയ പോലെ തോന്നി. എന്താ അച്ഛാ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇല്ലടാ, നീ പെട്ടെന്ന് വന്ന് ശബ്ദം ഉണ്ടാക്കാമെന്ന് കഴിഞ്ഞപ്പോഴേക്കും കണ്ടപ്പം ഞെട്ടിപ്പോയാന്ന് പറഞ്ഞു. അത് ശരിയാണല്ലോ, 2 പേരെ ഞാൻ വിളിച്ചില്ല, സാധാരണ വന്ന് വിളിക്കുന്നതാണ്. ഇപ്പം എനിക്ക് തുണി മാറിയേ പറ്റുള്ളൂ, അത്രയ്ക്ക് ചൂടെടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ അച്ഛൻ്റെ കയ്യിൽ എന്തോ ഒരു കറുത്ത സംഗതി ചുരുട്ടിട്ടുണ്ട്. അച്ഛൻ പെട്ടെന്ന് തന്നെ എന്നെ കടന്ന് വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന ഭാഗത്തുള്ള പഴയ തുണികൾ നിക്ഷേപിക്കുന്ന ബാസ്ക്കറ്റിലേക്ക് ഇട്ടു മാഡം. അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് മാറി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. ആഹാ, നിങ്ങൾ വന്നോ, ചായ മറ്റേ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചായ വേണ്ട, ശരിക്കും ഞാൻ രാത്രി വന്നാലും ചായ കുടിക്കുന്നതാണ്, വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പറഞ്ഞു എന്നാൽ ശരി, ഞാൻ അത്താഴം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവളങ്ങ് പോയി. ഞാനെന്നാൽ അടുക്കളയിലേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്കൊണ്ട് അച്ഛൻ ഒരു കൈലിയും കൊണ്ട് വരുന്നു. പെട്ടെന്ന് തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെയും പഴയ പോലെ നിന്നു. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് അങ്ങ്
ബാസ്ക്കറ്റിലിട്ടു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോഴുണ്ട് അച്ഛൻ പെട്ടെന്ന് തന്നെ ഈ 2 വസ്ത്രങ്ങളും അതിൻ്റെ അടിയിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ അടിയിൽ കിടക്കുന്ന തുണികൾ മുകളിലേക്കാക്കുന്നു. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്താ ഇവിടെ കാണിക്കുന്നത്? ഒന്നുമില്ലടാ, ദേ ഇതിനകത്ത് കിടക്കുന്ന തുണികളാ, നാളെ ഇനി കഴുകാം. ഞാൻ എനിക്ക് നോക്കിയായിരുന്നു എത്ര തുണി ഉണ്ടെന്ന്. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും നോക്കിയപ്പോൾ അച്ഛൻ അതിൻ്റെ ചുറ്റോട്ട് നിന്ന് പിന്നെയും അത് ഇളക്കി വെക്കുകയോ അടുക്കി വെക്കുകയൊക്കെ ചെയ്യുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ ഒരു വെപ്രാളമുണ്ട്. അത് കഴിഞ്ഞ് അച്ഛൻ അങ്ങ് സിറ്റൗട്ടിലേക്ക് പോയി. ആ സമയത്ത് ഒരു കൗതുകം കൊണ്ടാണ് ഞാൻ ഇട്ടിരിക്കുന്ന ആ തുണി ഒന്ന് നോക്കി മാഡം. അത് അദ്ദേഹത്തിൻ്റെ ജോക്കിയും ഒരു കയലിയുമാണ്. എന്തിനാണത് അടിയിലേക്ക് പൂഴ്ത്തിയെന്നറിയാൻ എനിക്കൊരാഗ്രഹം. അങ്ങനെ ഞാൻ എടുത്ത് വെറുതെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കൊഴുത്ത ചില സംഗതികൾ അതിൽ ഞാൻ കണ്ടു. ഈ അടുത്ത സമയത്ത് സംഭവിച്ചതാണ്. കയ്യിലും ആ പാടുകളുണ്ട്. ശെടാ കള്ളാ, ഞാൻ വരുന്നതിന് മുമ്പ് അമ്മയോടെ ഇല്ലല്ലോ, അതുകൊണ്ട് സ്വയം എവിടെയോ പോയി എന്തൊക്കെയോ സ്വന്തം റൂമിൽ കാണിച്ചിട്ട് അതുകൊണ്ട് ഇവിടെ ഇട്ടതാണ്. ഇനിയിപ്പം ആരെങ്കിലും അത് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു നാണക്കേടാണ്. അതുകൊണ്ട് താഴേക്കാക്കി ഇട്ടതാണ്. മിടുക്കനാണ്. അതവിടെ കിടന്ന് ഉടങ്ങുമല്ലോ, രാവിലെ നനച്ചാൽ പോരെ എന്ന് വിചാരിച്ചായിരിക്കും അമ്മ പോയതിൽ പിന്നെ പുള്ളി കഷ്ടം. സ്വയം സഹായ സഹകരണ സംഘമാണ് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പിന്നെ ഞാൻ മനസ്സിൽ ഊറിച്ചിരിക്കുകയും ചെയ്തു. അന്ന് വൈഫിനോട് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛൻ ചെറുപ്പമല്ലേ, അമ്മ അവിടെ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ കുട്ടാ എന്നൊക്കെ വൈഫും പറഞ്ഞു. അന്ന് വൈഫ് എന്നോട് പറഞ്ഞു, ഇന്നെന്തായാലും നമ്മുടെ കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നില്ല കേട്ടോ, എനിക്ക് നല്ലൊരു നടുവേനയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, ഇന്ന് റെസ്റ്റ് എടുക്കുക, എല്ലാ ദിവസവും നീ ആക്റ്റീവ് അല്ലേ, ഇന്നില്ലെങ്കിലും കുഴപ്പമില്ല പൊന്നെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉറങ്ങുകയും ചെയ്തു മാഡം. പിറ്റേന്ന് രാവിലെ തന്നെ വൈഫ് ഞാൻ ഉണർന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും വസ്ത്രങ്ങൾ വാഷിംഗ് മെഷീൻ ഇടുന്നതാണ് ഞാൻ കണ്ടത്. അവൾ ഇന്നലത്തെ കാര്യം ഓർത്ത് അതെല്ലാം വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് കാണും എന്ന് ഞാൻ വിചാരിച്ചു മാഡം. പക്ഷേ പോകെ പോകെ ഇവർ തമ്മിൽ പല രീതിയിലും നോട്ടങ്ങൾ കൊണ്ടും ചിരി കൊണ്ടുമൊക്കെ എന്തൊക്കെയോ ചില വ്യത്യാസങ്ങൾ എനിക്ക് തോന്നാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിച്ചു. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞത് ഇവർ തമ്മിൽ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധമല്ല, അതിൽ കൂടുതൽ സുഹൃത്തുക്കളെപ്പോലെ എന്തോ ഉണ്ട്. ഞാനന്ന് വിചാരിച്ചത് അച്ഛൻ സ്വയം സഹായമാണെന്നാണ്. പക്ഷേ അങ്ങനെ അല്ലെങ്കിലോ. അന്നവൾക്ക് നടുവേദന വന്നു. അന്നവൾ സമ്മതിച്ചില്ല. പിറ്റേ ദിവസം ആക്റ്റീവ് ആകുകയും ചെയ്തു. രാവിലെ എഴുന്നേറ്റ് അവൾ ചെയ്തത് ഈ പ്രവൃത്തിയാണ്. അതുമാത്രമല്ല, അച്ഛൻ മിക്കവാറും അടുക്കളയിൽ അവളുടെ പുറകിൽ പോയി നിൽക്കുന്നതും പാചകം ചെയ്യുമ്പോൾ എന്തൊക്കെയോ സംസാരിക്കുന്നതൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും വേറൊരർത്ഥത്തിൽ ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് അവളോടുള്ള പൊസസീവ്നെസ് കൊണ്ടായിരിക്കും ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ആദ്യമൊക്കെ ഈ ചിന്തകൾ വരുമ്പോൾ വേണ്ട, ഇതിലൊന്നും യഥാർത്ഥവുമില്ല. ഞാൻ ചിന്തിക്കുന്നത് ചിലപ്പോൾ തെറ്റാകാം, അല്ലെങ്കിൽ ശരിയുമാകാം. തെറ്റാകാനാണ് ചാൻസ് കൂടുതൽ. ഇങ്ങനൊരു മകൻ ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എങ്കിലും പൊസസീവ്നെസ് കൊണ്ട് സംശയമേറുകയായിരുന്നു. ഇനി ഇവരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം. ഞാൻ നേരത്തെ വരണം, 1 മണിക്കൂറെങ്കിലും. ഞാൻ 8 മണി കഴിഞ്ഞില്ലേ വരികയുള്ളൂ. ഒരു 7 മണിക്ക് വന്ന് നോക്കണം. ഇവരന്നേരം അത്താഴം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും അടുക്കളയിലാകും. ഇവരുടെ സംസാരങ്ങളും മറ്റും ഞാൻ ഒളിഞ്ഞെന്ന് കേൾക്കണം. എങ്കിൽ മാത്രമേ എൻ്റെ സംശയം ക്ലിയർ ആവുകയുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി മാഡം. 6:45 ആകുമ്പോൾ ഞാൻ വീടിൻ്റെ അവിടെ എത്തണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇരുട്ട് പരക്കില്ല. അപ്പോൾ 7:15 ആകണം എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ 7:15 ഞാൻ ഗേറ്റിൻ്റെ സൈഡിൽ കൂടെ വന്നിട്ട് പുറകിൽ അടുക്കളയുടെ ഭാഗത്ത് പോയി നിന്നു. അവരെന്തായാലും പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഭാര്യ അപ്പോൾ എന്തൊക്കെയോ അരികെ മറ്റോ ചെയ്യുകയാണ്. അച്ഛൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ വന്നത്. ഒരു 15 മിനിറ്റ് ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു. അച്ഛൻ വന്നിട്ട്, മോളെ എടി എന്തെന്നുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു. അച്ഛാ, ഇന്ന് കുറുമ വെക്കാമെന്ന് വിചാരിക്കുന്നു. ചപ്പാത്തി ഉണ്ടാക്കാം, പിന്നെ രാവിലത്തെ വെള്ളയപ്പത്തിന് മാവിരിപ്പുണ്ട്, അപ്പം കൂടെ ഉണ്ടാക്കിയാലോ? അത് നല്ലതടി. ഇന്നലെ രാത്രി ചോറായിരുന്നില്ലേ, ഇടയ്ക്ക് ചപ്പാത്തിയോ അപ്പമോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. രാവിലത്തെ അപ്പത്തിൻ്റെ മാവ് ബാക്കിയുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുന്നു. ഉണ്ടച്ഛാ. അച്ഛന് എത്ര എണ്ണം വേണം? ഒരു 3-4 അപ്പം പോരെ? എനിക്ക് ചപ്പാത്തി മതി രാത്രി, അതാ ഇഷ്ടം. പിന്നെ ചേട്ടന് അപ്പവും ചപ്പാത്തി കൊടുക്കാം. ചേട്ടനാണെങ്കിൽ അപ്പം തിന്നാൻ ഒത്തിരി ഇഷ്ടമാണ്. ഏത് സമയത്ത് കൊടുത്താലും എത്ര അപ്പം വേണമെങ്കിലും തിന്നോളും. അറിയില്ലേ അപ്പത്തിനോടുള്ള ആർത്തിയെന്ന്. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് എന്ന് എൻ്റെ ഭാര്യയുടെ ചുമലിൽ പിടിച്ചോണ്ട് പറയണം, അങ്ങനെ നീ പറയരുത്. അപ്പത്തിന് കൂടുതൽ ആർത്തി മകനാണോ അച്ഛനാണോ എന്ന് നീ പറയാൻ. ഉടനെ എൻ്റെ ഭാര്യ എൻ്റെ അച്ഛൻ്റെ വയർ കൊത്തിക്കൊണ്ട് പറയുകയാണ്, അപ്പത്തിന് യഥാർത്ഥത്തിൽ ആർത്തി ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനാണോ മകനാണോ?
പറ പറ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറയുകയാണ്, ഞാൻ യഥാർത്ഥം പറയാം അച്ഛാ. അപ്പത്തിന് ഏറ്റവും കൂടുതൽ ആർത്തിയും ഏറ്റവും നന്നായിട്ട് അപ്പത്തിൽ വിശ്വാസം അർപ്പിക്കുന്നതും അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ പാതി പോലും അപ്പത്തിൽ ആർത്തി മോന് വരില്ല എന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ പെട്ടെന്ന്, അപ്പോൾ ഇന്നത്തെ അപ്പം നീ എനിക്ക് വേണ്ടിയിട്ടാണോ മോളെ ഉണ്ടാക്കുന്നതെന്നും. അപ്പോൾ ഭാര്യ പറയുകയാണ്, വേണ്ട വേണ്ട, ഇന്ന് വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം എനിക്ക് എൻ്റെ ഭർത്താവിനോട് എക്സ്ക്യൂസ് പറയേണ്ടതാണ് കേട്ടോ. എടി അതിനെന്താ, അവൻ രാത്രിയല്ലേ വരുന്നത്, 8:30 കഴിഞ്ഞിട്ട്. പകല് ഇവിടെ ഞാനുണ്ടല്ലോ. ആ സമയത്ത് നീ എന്താണ് എനിക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കാത്തത്? അത് ശരിയാകില്ല അച്ഛാ. കാര്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴേക്കും ആവേശം നഷ്ടപ്പെടും. ഞാൻ അച്ഛനോട് ആദ്യമേ പറഞ്ഞതാണ്, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഞാൻ അച്ഛന് വേണ്ടി സമയം നീക്കി വയ്ക്കുള്ളൂ. എടി എങ്കിൽ പിന്നെ നിനക്കെന്താ, ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം ഇരുന്ന് സംസാരിച്ചാൽ അത് വേണ്ട. അച്ഛൻ്റെ അടുത്തിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അച്ഛനും അതിര് കിടക്കും, ഞാനും അതിര് കിടക്കും. എടി സത്യം പറഞ്ഞാൽ ഒരേപോലെ രണ്ടുപേരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് പറ്റില്ലേ? നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അവൾ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അച്ഛാ. അമ്മ വന്നു കഴിഞ്ഞാലും കാര്യങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ അച്ഛൻ കണ്ടുപിടിക്കണം. അതെങ്ങനെ അടി, വലിയ റിസ്ക് അല്ലേ? റിസ്ക് എടുത്താലും നമ്മൾ തമ്മിൽ ഇത്ര അടുത്ത് പോയതല്ലേ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താൻ പറ്റും. അച്ഛനോട് ഞാൻ പറഞ്ഞ വഴി അച്ഛൻ ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ. എടി അത് ശരിയാകുമോ? അതിനെന്താ, ഒരു പ്രശ്നമില്ല. എൻ്റെ അമ്മ അവിടെ അങ്ങനെ നിൽക്കുകയല്ലേ, അമ്മയ്ക്ക് ഒരു കൂട്ട് അത് മതി. അച്ഛനും ഞാനും കൂടെ ഇടയ്ക്ക് എൻ്റെ വീട് വിസിറ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് പകൽ പോയാൽ മതി. ആ സമയത്ത് അമ്മയുടെ ഉണ്ട്. അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ കുറച്ച് സമയം ചിലവഴിക്കുക. അത് കഴിഞ്ഞ് എനിക്ക് വേണ്ടിയും. എടി നിൻ്റെ അമ്മയോട് എനിക്കങ്ങനൊരു താല്പര്യം തോന്നിയിട്ടില്ല. ആ അതാണ് കുഴപ്പം. അമ്മയ്ക്ക് പ്രായമായി, അപ്പോൾ അച്ഛന് യാതൊരു താല്പര്യമില്ല. കിളന്ന പെണ്ണായ എന്നോട് സ്നേഹിക്കാനും എൻ്റെ പുറകെ വരാനും അച്ഛന് നല്ല മിടുക്കാണല്ലോ. എന്തായാലും ഇവിടുത്തെ അമ്മയേക്കാൾ ചെറുപ്പമാണ് എൻ്റെ അമ്മ, സുന്ദരിയുമാണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അച്ഛൻ എൻ്റെ ഭാര്യ ചേർത്ത് നിർത്തുകൊണ്ട് പറയണം, എടി നിൻ്റെ അമ്മ സുന്ദരി തന്നെയാണ്. കാര്യം ഇത്രയും സുന്ദരിയായ മോളുണ്ടാവണമെന്നെങ്കിൽ അങ്ങനെ നല്ല സൗന്ദര്യം വേണ്ടേ? അത് മാത്രമല്ല, ഇത് റിസ്ക് അല്ലേ? ഞാനവിടെ വന്നു കഴിഞ്ഞാൽ അതിനെന്താ, അവിടെ പകൽ ആരുമില്ലല്ലോ, ഒരു പ്രശ്നവുമില്ല. നമ്മളവിടെ പോകുമ്പോൾ അച്ഛന് വന്നാൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ 2 ദിവസമാണെങ്കിലും മതി. നമുക്ക് രണ്ടുപേരും കൂടി പുറത്തു പോകാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. എൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അവിടെ നമ്മൾ ഒരു 3-4 മണിക്കൂർ ചിലവഴിക്കാം. അച്ഛനാണെങ്കിൽ ഇപ്പോഴും വീര്യം ഒട്ടും കുറഞ്ഞിട്ടില്ലല്ലോ. അച്ഛന് 2 പേരെ കൈകാര്യം ചെയ്യാൻ എന്താ പ്രശ്നം? എനിക്കല്ലേ ഉള്ളൂ പ്രശ്നം. അതെന്താടി നീ അങ്ങനെ? നിനക്ക് ഭയങ്കര രസമായിട്ട് ആ സമയത്ത് പെരുമാറാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിനക്ക് 2ാം വട്ടം എന്താ ഒട്ടും താല്പര്യമില്ലാത്ത? എനിക്കറിയില്ല അച്ഛാ. എനിക്കൊരു ദിവസം ഒരു കാര്യത്തിന് മാത്രമേ താല്പര്യമുള്ളൂ. മണിക്കൂറുകൾ വേണമെങ്കിലും ഞാൻ ഒറ്റവട്ടം ഓക്കെയാണ്. പക്ഷേ 2ാമത്തെ വട്ടമായി കഴിയുമ്പോഴേക്കും എനിക്കതെന്തോ രസകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അച്ഛാ ഈ പറയുന്നത് കേൾക്ക്. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അച്ഛനെ ഇഷ്ടമാണ്. അമ്മ ഇത്തരം കാര്യങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, അമ്മയ്ക്ക് എൻ്റെ അച്ഛനുള്ളപ്പോഴും വേറെ ചില ചുറ്റുകളികളുണ്ടായിരുന്നു. അത് കണ്ട് വളർന്നവളാണ് ഞാൻ. അമ്മ എനിക്ക് വേണ്ടിയിട്ടും 1-2 അവസരങ്ങൾ നേരത്തെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ അച്ഛനെ കണ്ടു കഴിയുമ്പോഴേക്കും ആദ്യമേ അമ്മ പറഞ്ഞതാണ്, അയാൾക്ക് ഇത്തിരി ഇളക്കം കൂടുതലാണ്, മകനേക്കാൾ ബെറ്റർ അച്ഛനാണെന്നും. അതുകൊണ്ടാണല്ലോ അച്ഛൻ ചൂണ്ടിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനും കയറിക്കൊത്തിയത്. എന്നിട്ട് നിനക്ക് നഷ്ടമായിട്ട് തോന്നുന്നുണ്ടോ? എവിടെ നഷ്ടം? അച്ഛൻ്റെ മകനേക്കാളൊക്കെ എത്രയോ വലിയൊരു മുതലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു മുതൽ തന്നെ എന്ന് പറഞ്ഞ് അവൾ ലാളിക്കുന്നത് ഞാൻ കണ്ടു മാഡം. ശരിക്കും അവിടെ നിന്ന് ഞാൻ ഒരുക്കിപ്പോകുകയായിരുന്നു. എനിക്ക് പ്രതികരിക്കാൻ ഒട്ടും പറ്റിയില്ല. ഞാനത് ഇടയ്ക്ക് കാണുകയും ഇടയ്ക്ക് സംഭാഷണങ്ങൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് അവർ തമ്മിലുള്ള ഇൻറ്റിമസി ഇവിടെ വിവരിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് അവൾ പറയുകയാണ്, വേണ്ട വേണ്ട, കൂടുതൽ അങ്ങോട്ട് പൊരിച്ചെടുക്കണ്ട, കാര്യം പുള്ളിക്കാരൻ ഇപ്പോൾ വരും കേട്ടോ എന്ന് പറയുന്നു. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, അച്ഛാ അച്ഛൻ ഇന്ന് തീരുമാനിച്ചു, ഞാൻ പറഞ്ഞത് ആലോചിക്കുന്നുണ്ടോ? എടി നിൻ്റെ അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. എന്ത് പ്രശ്നമാ? ഒരു പ്രശ്നവുമില്ല. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു പ്രശ്നവുമില്ല. അമ്മയ്ക്കും കൂടി ഒരവസരം കിട്ടുന്ന സംഗതിയല്ലേ, അതുകൊണ്ട് സേഫാണ്. നമ്മൾ പകലവിടെ പോകുന്നു. മാസത്തിൽ 4 ദിവസമെങ്കിലും എൻ്റെ അമ്മയുടെ കാര്യങ്ങളും നമ്മുടെ രണ്ടുപേരുടെയും കാര്യങ്ങളും എല്ലാവരുടെയും കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നു. പക്ഷേ അതല്ലാതെ ഞാനവിടെ പോയിട്ട് അമ്മയുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലും അമ്മ നമുക്ക് സഹായ സഹകരണങ്ങൾ ചെയ്യില്ല.
കാര്യം അമ്മയുടെ പ്രതീക്ഷയുടെ ഫുൾഫില്ലാകണമെന്ന്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ആ നിൻ്റെ അമ്മയ്ക്ക് അങ്ങനെ മോഹമുണ്ടെങ്കിൽ സുന്ദരിക്കുട്ടി, നിനക്ക് വേണ്ടി ഞാനത് ശ്രമിക്കാം എന്ന് പറഞ്ഞു. അച്ഛന് ഇൻട്രസ്റ്റ് ഇല്ലെന്നൊന്നും പറയരുത്. അച്ഛന് എവിടെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഇത്രയും സ്നേഹമായിട്ടിരിക്കുന്നത്? ആര് തമ്മിൽ? അല്ല, ഭാര്യയുടെ മുന്നിൽ ഭയങ്കര സ്നേഹമുള്ള ആളാണല്ലോ. എടി, അങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ ഭാര്യമാർ ഇതൊക്കെ വിശ്വസിക്കുകയുള്ളൂ. മകൻ്റെയും ഭാര്യയുടെ മുന്നിലൊക്കെ ഭർത്താവ്, അച്ഛൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്ഥാനം വേണ്ടേ? സ്ഥാനം എനിക്കല്ലേ അറിയുള്ളൂ, ഓരോരോ വികൃതിത്തരങ്ങൾ എന്ന് പറയുന്ന മാഡം. എന്തായാലും കൂടുതൽ കേൾക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ സിറ്റോട് ചെല്ലുമ്പോൾ അകത്ത് നിന്ന് പൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കോളിംഗ് ബെൽ അടിച്ച് സ്വാഭാവികമായിട്ട് അകത്ത് കയറി. എനിക്ക് നല്ല വിഷമവും ഷോക്കൊക്കെ ഉണ്ടായിരുന്നു മാഡം. അന്ന് ഭാര്യ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് പേടിയാണ് മാഡം. അവളുമായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. പിന്നെ പല ദിവസങ്ങളിലും ഞാൻ മനസ്സിലാക്കി, അച്ഛനുമായുള്ള ആ ഒരു ബന്ധമുള്ള ദിവസങ്ങളിൽ അവൾ എന്തെങ്കിലും പറഞ്ഞ് ഒഴിയും. ഇത്രയും ആർജവം കാണിക്കുന്ന അവൾക്ക് ഈ ഒരു കാര്യത്തിൽ രണ്ടാമതൊരു ചാൻസ് ഇല്ലെന്ന് മനസ്സിലായി. ഓരോരുത്തർക്കും ഓരോ പ്രകൃതിയാണ്. പക്ഷേ എനിക്കിത് പറയാൻ പേടിയാണ്. അമ്മയോട് പറയാനും പേടിയാണ്, അവളോട് ചോദിക്കാനും പേടിയാണ്, അച്ഛനോട് ചോദിക്കാനും പേടിയാണ്. എനിക്കെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എൻ്റെ മനസ്സ് ശരിക്കും പിടയ്ക്കുകയാണ്. അമ്മ അടുത്ത ആഴ്ച വരും. ഇനിയിപ്പോൾ അവർ പറഞ്ഞതുപോലെ അവളുടെ അമ്മയെ വിളിച്ച് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി മാസത്തിൽ അവിടെ പോയി പകൽ സമയത്ത് ചെലവിടാനുള്ള പ്ലാനാണ് മാഡം. ഇതൊക്കെ എങ്ങനെ തകർക്കുമെന്നും എങ്ങനെ മാനേജ് ചെയ്യണമെന്നും എനിക്കറിയില്ല മാഡം. ഇങ്ങനെ പോയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എത്രയും പെട്ടെന്ന് മാഡം ഇത് വായിച്ചിട്ട് എനിക്കൊരു സൊല്യൂഷൻ തരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മനസ്സ് വീക്കാണ്. എനിക്ക് ആരോടും ഒന്നിനോടും പ്രതികരിക്കാൻ പറ്റുന്നൊരു സ്വഭാവമല്ല. മാഡത്തിന് മനസ്സിലായോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. കാരണം ഈ പറഞ്ഞതുപോലെ എന്ത് കണ്ടാലും അച്ഛനെയോ അമ്മയോ ആരെയും ചോദ്യം ചെയ്യാതെ അവർ പറഞ്ഞത് അനുസരിച്ച് വളർന്ന ഒരു മകൻ ഭാര്യയോട് ചോദിക്കാൻ വയ്യ, അച്ഛനോട് ചോദിക്കാൻ വയ്യ, ആരോടും ഷെയർ ചെയ്യാൻ വയ്യ, ഒന്നും വയ്യ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നൊരു ഭാര്യ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പെരുമാറുന്നൊരു സ്ത്രീയല്ല. കാരണം അമ്മയും മകളും തമ്മിൽ റിലാക്സ്ഡ് ആയിട്ട് വളർന്നു വന്ന ഒരു ഹിസ്റ്ററി അവർക്കുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ നല്ലവന് ഭാവിച്ച അച്ഛൻ അങ്ങയുടെ തനിനിറം പുറത്തു ചാടി. അങ്ങേർ നിങ്ങൾക്ക് മുന്നിലും സ്വന്തം ഭാര്യയ്ക്ക് മുന്നിലും നല്ലവനായി നടിക്കുകയായിരുന്നു. ഭാര്യ പിന്നെ അവരുടെ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് അങ്ങനെ ഒരു ആക്രാന്തം കാണിച്ചെന്ന് പറയാം. നിങ്ങളുടെ അച്ഛനോ അപ്പോൾ സ്വന്തം മകനോട് ചെയ്തൊരു തെറ്റല്ലേ? അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു പൊയ്മുഖം കാണിച്ചത് നിങ്ങളുടെ അച്ഛനാണ്. ഇനിയിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ നിൽക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഭാര്യയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായുള്ള തീരുമാനമാണ്. വേണമെങ്കിൽ ഭാര്യയോട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഞാനിത് അറിഞ്ഞു, ഇത് പക്ഷെ തുടരരുത്. ഇത്രയും നാളുണ്ടായ തെറ്റുകൾ ഞാൻ ക്ഷമിച്ചു. നമുക്കിവിടുന്ന് മാറാം, നമുക്ക് വേറെ സ്ഥലത്ത് പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാം എന്ന് ഭാര്യയെ അറിയിച്ച് നിങ്ങൾക്ക് അവിടെ തെറ്റുകൾ ക്ഷമിച്ച് നിങ്ങൾക്ക് രണ്ടുപേർ കൂടി ഒന്നായിട്ട് പോകാം. അല്ലെങ്കിൽ പേടിച്ച് എന്തെങ്കിലും ആയിക്കോട്ടെ, എവിടെയെങ്കിലും പോയിക്കോട്ടെ, എനിക്ക് ഭാര്യ വരുമ്പോൾ സ്നേഹം തരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് അടിമയെ പോലെ വേണമെങ്കിലും കഴിയാം. അതൊക്കെ ഓരോരുത്തരുടെ മനസ്ഥിതിയാണ്. പക്ഷേ വെറുതെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ജീവിക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കുക. പലരും അവിവേകം കാണിക്കുന്നിടത്ത് നിങ്ങൾ ക്ഷമയോടുകൂടി നിൽക്കുന്നു. അതുകൊണ്ട് ഭാര്യയോട് രഹസ്യമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ദേഷ്യമല്ല, അത് സംഭവിച്ചു പോയ കാര്യമാണെങ്കിൽ ക്ഷമിക്കാൻ തയ്യാറാണ്, ഇനി ആവർത്തിക്കരുത്, നമുക്കിവിടുന്ന് പോകാമെന്ന് പറയാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഇടംകോൽ ഇടുന്നത് പോലെ സംശയം ഉണ്ടാക്കുന്ന പോലെ പെരുമാറി നോക്കാം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ മനസ്സിലാകും എന്തോ മനസ്സിലായിട്ടില്ലേന്ന്. അങ്ങനെ നിർത്തുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, അവർ നിർത്തമായിരിക്കാം, അല്ലെങ്കിൽ വേറെ വഴി അവർ കണ്ടെത്തും. അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ അച്ഛനോടോ അമ്മയോടോ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് അതികേമിയായ ഭാര്യയോട് വളരെ വിവേകപൂർവ്വം സംസാരിക്കുന്നതാണ്. കാര്യം അവർക്ക് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള മിടുക്കും ഒക്കെയുണ്ട്, വക്രബുദ്ധിയുമുണ്ട്. സംസാരിക്കുക, ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ സംസാരിക്കുക, ക്ഷമിക്കുക, രണ്ടുപേരും കൂടെ ഒന്നിച്ചുള്ളൊരു ജീവിതവും നിങ്ങളുടെ കൺസെപ്റ്റും പറയുക. നിങ്ങൾക്കിത് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം തുറന്ന് പറയുക. ഇനി അതല്ല, അവർക്ക് ഇങ്ങനെ തന്നെ പോകുന്നുണ്ടെങ്കിൽ അവരെ സ്വതന്ത്രമായി വിട്ടേക്ക്. എന്തിനാണ് ഒരു വിവാഹ ജീവിതം? അടിയും വഴക്കും ഉണ്ടാകാതെ പിരിയാം. അപ്പോൾ എക്സ്പ്ലെയിൻ ചോദിക്കുകയാണെങ്കിൽ അച്ഛനോട് കാര്യം പറയുകയും ചെയ്യാം. അതിപ്പോൾ ഓരോരുത്തരുടെ സഹനനില ഓരോ രീതിയിലായിരിക്കും. ചിലർ കണ്ടില്ല എന്നടിക്കും. അതൊക്കെ നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ പ്രതീക്ഷകളും അനുസരിച്ചിരിക്കും. പക്ഷേ ഇത്തരം പ്രശ്നം വരുമ്പോൾ അത് വിവേകപൂർവ്വം കൈകാര്യം ചെയ്യണം. അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും വേണം. അതിന് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ.